സോ കറന്റ് ഞാനുള്ളത് ബത്തുമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ഷെറിനോടൊപ്പമാണ്. ഷെറിന് കേരളത്തിൽ നിന്ന് കാലിക്കറ്റ് നിന്നാണുള്ളത്. ഹലോ ബ്രോ. ഹായ്. സുഖമല്ലേടാ? സുഖം. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നത്? ക്ലാസ് ഒക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട്. സോ ഇപ്പൊ ഇവിടെ എത്തിയിട്ട് അറൌണ്ട് 7 months ആവുന്നുണ്ട്. അതെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഫാക്കൽറ്റീസ് ആണ്. അവര് കുറെ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട് റിഗാർഡിംഗ് അക്കാഡമിക്സ് ആയാലും പിന്നെ അഡ്മിഷൻ ആയാലും അവരൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ജോർജിയയിൽ കടാവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് ബത്തുമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. സോ ഫ്രം ഫസ്റ്റ് ഇയർ ഇറ്റ് സെൽഫ് നിങ്ങൾക്ക് എന്താണ് കടാവർ ഡൈസെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ ഓരോരോ വെയിൻസ് കാണിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതെ. സോ അപ്പം ഹ്യൂമൻ ബോഡി കിട്ടാത്ത അങ്ങനത്തെ പ്രോബ്ലംസോ കാര്യങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നില്ല? ഇല്ല. എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ലക്കിയാൻ തോന്നില്ല. അതെ, ബിക്കോസ് ഇവിടെ മാത്രമാണല്ലോ നിങ്ങൾക്ക് കടാവർ ലഭിക്കുന്നത്. ബത്തുമിയില് ഈ നമ്മുടെ കോളേജ്. സോ റിഗാർഡിംഗ് ഹോസ്റ്റൽ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇപ്പം കറന്റ് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഹോസ്റ്റലാണ് സ്റ്റേ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഹോസ്റ്റലൊക്കെ? അഡ്ജസ്റ്റബിൾ ഹോസ്റ്റലൊക്കെ നല്ല റൂംസ് ഒക്കെ ഉണ്ട്, നല്ല മെസ്സും ഉണ്ട്, പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്ത്യൻസിന് വേണ്ടി സെപ്പറേറ്റ് മെസ്സ് ഉണ്ട്. ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ്. സോ എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിൽ ഇൻസൈഡ് ക്യാമ്പസ് തന്നെ ഹോസ്പിറ്റൽ അവൈലബിൾ ആയിട്ടുള്ള കോളേജസ് വളരെ കുറവാണ്. ബൗന് എന്തായാലും ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. സോ അതിന്റെ എന്തെങ്കിലും എന്താണ് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ സ്റ്റുഡന്റിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവർക്ക് ഇൻഷുറൻസ് ഒക്കെ ഇതിനകത്താണ് നമുക്ക് ചെയ്യുന്നത്. അതുമല്ല ഇപ്പോൾ ഞങ്ങൾക്കല്ല സീനിയേഴ്സ് ഒക്കെ നമുക്ക് ഓരോരോ ഇത് വരില്ലേ, അപ്പോൾ അവര് ഓരോരോ ഹോസ്പിറ്റലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. സോ അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ് ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? തീർച്ചയായിട്ടും നല്ലതായിട്ടാണ്. ഞങ്ങളുടെ കോളേജ് തന്നെ ടൂർണമെന്റ്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ, വോളിബോൾ, കുറെ സ്പോർട്സ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ഇൻഡോർ നമുക്ക് ഇ സ്പോർട്സും ഉണ്ട്. പബ്ജി മൊബൈലില് നമുക്ക് ടൂർണമെന്റ് ഉണ്ട്. ഇതൊക്കെ എക്സ്ട്രാ കരിക്കുലമില് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. കാരണം പിള്ളേർക്ക് സ്റ്റഡീസ് അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിഥിങ് ഈസ് പ്രൊവൈഡിങ് ഫ്രം ദിസ് കോളേജ്. സോ ഒരു ലാസ്റ്റ് 7 months ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ബാക്കിയുള്ള കോളേജസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കോളേജസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് 7 months എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എന്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ പറയണം. കാരണം അപ്പാർട്ട് ഫ്രം ഇന്ത്യ ഇവിടുത്തെ ബാത്തുമിയിലെ ഇന്റർനാഷണൽ കോളേജ് ഇസ് ബെസ്റ്റ്. കാരണം ഇവിടെ എഡ്യൂക്കേഷൻ ആയാലും എക്സ്ട്രാ കരിക്കുലർ ആയാലും ഇറ്റ്സ് ബെസ്റ്റ് ചോയ്സ്. നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഫീസ് എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു? അതെ, തീർച്ചയായിട്ടും തോന്നുന്നു. പിന്നെ കറന്റ് നമ്മുടെ 2024 FMG റിസൾട്ടില് ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എടുത്തൊരു കോളേജ്. നമ്മുടെ കോളേജിന്റെ റിസൾട്ട് 63.29%. ഓൾ ഇന്ത്യ പെർസെന്റേജ് നിൽക്കുന്ന അറൌണ്ട് 20% നിൽക്കുമ്പോൾ അതിന്റെ ഒരു 3 ഇരട്ടി റിസൾട്ട് കോളേജ് എന്തായാലും എടുക്കുന്നത്. സോ അതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസും നമുക്ക് ഒരു വേ ആയിട്ട് അവര് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ FMG ഇപ്പൊ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ബിക്കോസ് ഓൾറെഡി നിങ്ങളുടെ സീനിയേഴ്സ് ഓൾറെഡി പ്രൂവ് ചെയ്തു റിസൾട്ട് എടുത്തിട്ട്. സോ എനിഹൗ യു ആർ ആൾസോ ഗോയിങ് ടു പ്രൂവ് ദാറ്റ്. Yeah, sure. So okay bro, thank you very much.